ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതിൻ്റെ ഡയഗ്രമാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സും നമുക്ക് നോക്കണം. എന്താണ് ഡൈജഷൻ? ഡൈജഷൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക എന്നുള്ളൊരു ഫങ്ഷനാണ് നടക്കുന്നത്, അല്ലേ? അതായത് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ലാർജ് ഫുഡ് മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ വൺസ്. അപ്പം ഇതിന് പ്രോസസ്സിന് ഓരോരോ ഓർഗൻസ് ഉണ്ട്, അല്ലേ? ഇതിനെന്താണ് ഈ ഫുൾ ഓർഗൻസിനെ എന്താണ് പറയുന്നത്? GI ട്രാക്റ്റ് എന്ന് പറയും. നമ്മളിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എൻഡ് ചെയ്യുന്നത് റെക്റ്റം ആൻഡ് ആനസ്. എവിടെ വരെയാണ്? മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ആനസിലാണ്. എവിടെയാണ്? ആനസ് അല്ലെങ്കിൽ റെക്റ്റം ആനസ്. ഈ ഒരു പോർഷനിലാണ്, ആനസിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് 30 ഫീറ്റ് ലോങ് ആണ്. എത്രയുണ്ട്? ഇത് 30 ഫീറ്റ് ലോങ് ആണ്. ഈ ഒരു അലിമെൻ്ററി കനാലിൻ്റെ അല്ലെങ്കിൽ GI ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് എന്ന് പറയും. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 ഫീറ്റാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ടു എൻഡ് അറ്റ് ദ ആനസ്. എവിടെ വരെ എൻഡ് ചെയ്യുന്നു? ആനസിൽ വരെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അലിമെൻ്ററി കനാലിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യും. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്തിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞാൽ ആനസിൽ എൻഡ് ചെയ്യും. അതായത് ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത് കേട്ടോ. മൗത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ആനസ് വരെ എൻഡ് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതെവിടെ നിൽക്കും? ആനസിൽ വന്ന് എൻഡ് ചെയ്യും. ഇത് 30 ഫീറ്റ് ലോങ് ആണ്. എത്രയാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? 30 ഫീറ്റ് ലെങ്ത് ഉണ്ട്. ഇതിന് ലോങ് ആണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 30 ഫീറ്റാണ് കേട്ടോ. ഇങ്ങനെ ഈ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ആനസിൽ വരെ എത്തുന്ന ഈ ഒരു ഇത് പാർട്ട് കണ്ടോ? ഈ പാർട്ടിന് നമ്മൾ പറയുന്നത് GI ട്രാക്റ്റ് എന്നാണ്. എന്തെന്ന് പറയും? GI ട്രാക്റ്റ്. GI ട്രാക്റ്റ് എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് എന്നാണ് ഫുൾ ഫോം. എന്താണ് GI ട്രാക്റ്റ്? അലിമെൻ്ററി കനാൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് ഇതിന് പറയുന്നതാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സും ഒന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇത് മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം മൗത്ത് എന്താണ്? ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണ് വരുന്നത്? മൗത്താണ്. ദെൻ സലൈവറി ഗ്ലാൻഡ്. മൗത്തിനുള്ളിൽ എന്തുണ്ട്? സലൈവറി ഗ്ലാൻസ് ഉണ്ട്. എന്തുണ്ട്? സലൈവറി ഗ്ലാൻസ് ഉണ്ട്. 3 തരം ഗ്ലാൻസ് ആണുള്ളത് കേട്ടോ. 3 ഗ്ലാൻസ് ആണ്. സലൈവറി ഗ്ലാൻസ് തന്നെ 3 ഉണ്ട്. 3 ടൈപ്സ് ഉണ്ട്. പരോറ്റിഡ് ഗ്ലാൻസ്, സബ്മാൻഡിബുലർ ഗ്ലാൻസ്, സബ്ലിംഗ്വൽ ഗ്ലാൻസ്. അപ്പോൾ സലൈവറി ഗ്ലാൻസ് 3 ടൈപ്സ് ഓഫ് സലൈവറി ഗ്ലാൻസ് ഉണ്ട് മൗത്തിൽ. ഏതൊക്കെയാണ്? പരോറ്റിഡ് ഗ്ലാൻസ്, സബ്ലിംഗ്വൽ ഗ്ലാൻസ് ആൻഡ് സബ്മാൻഡിബുലർ ഗ്ലാൻസ്. ദെൻ ഇത് ഈ മൗത്ത് ദെൻ സ്റ്റാർട്ട് ചെയ്യും എങ്ങോട്ട്? ഈസോഫാഗസിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈസോഫാഗസിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഫുഡ് പൈപ്പാണ്. എന്താണ്? ഫുഡ് പൈപ്പ്. മറ്റൊരു പേരെന്ന് പറയുന്നത് ഫുഡ് പൈപ്പാണ്. ഈസോഫാഗസ് എന്താണ്? ഫുഡ് പൈപ്പാണ്. എന്താണ്? ഫുഡ് പൈപ്പാണ്. ദെൻ ഈസോഫാഗസ് എവിടെ കണക്റ്റ് ആകും? നമ്മുടെ സ്റ്റൊമക്കിലോട്ട് കണക്റ്റ് ആകും. എങ്ങോട്ട് കണക്റ്റ് ആകും? സ്റ്റൊമക്കിലോട്ട് കണക്റ്റ് ആകും. ഈ സ്റ്റൊമക്കിലോട്ട് കണക്റ്റ് ആകുന്ന ഭാഗത്തും എന്തുണ്ട്? ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്. എന്തുണ്ട്? സ്റ്റൊമക്കിലോട്ട് കണക്റ്റ് ആകുന്ന ഭാഗത്ത് എവിടെ എന്തുണ്ട്? ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്. ഒരു വാൽവ് പോലെ ഒരു സ്ട്രക്ചറുണ്ട്. സ്പിങ്ക്റ്റർ എന്ന് പറയും. എന്തെന്ന് പറയും? സ്പിങ്ക്റ്റർ എന്ന് പറയും. ഇവിടെയും ഈ മൗത്തും ഈസോഫാഗസും തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്തും എന്തുണ്ട്? ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്. ഈ സ്റ്റൊമക്കും ഈസോഫാഗസും തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്തും എന്തുണ്ട്? ഒരു സ്പിങ്ക്റ്റർ ഉണ്ട്. ഓക്കെ, ദെൻ സ്റ്റൊമക്ക്. എന്താണ് സ്റ്റൊമക്ക്? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മൗത്ത് പറഞ്ഞു, സലൈവറി ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു മൗത്തിൽ. ഈസോഫാഗസ്, ഫുഡ് പൈപ്പ് ഉണ്ട്. ഫുഡ് പൈപ്പ് എൻഡ് ഇൻ സ്റ്റൊമക്ക്. ദെൻ സ്റ്റൊമക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റൊമക്ക് എവിടെയാണ് പിന്നെ പോകുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങോട്ട് കണക്റ്റഡ് ആണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ലോങ് ട്യൂബ്. ഇതിനെ എന്താണ്? ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പം ഇതിനെ മസ്കുലറാണ് കേട്ടോ. അപ്പോൾ ഇതിനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഡിയോഡിനം, ജെജിനം, ഇലിയം. 3 പാർട്ടായിട്ടാണ് ഇതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഡിയോഡിനം, ജെജിനം ആൻഡ് ഇലിയം.
ദെൻ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എങ്ങോട്ട് കണക്റ്റ് ആകും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കണക്റ്റ് ആകും. എന്താകും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കണക്റ്റ് ആകും. ലാർജ് ഇൻറ്റസ്റ്റൈൻ എൻഡ് ചെയ്യുന്നത് റെക്റ്റമിലാണ്, ദെൻ ആനസ്. ഇത്രയുമാണ് ഇതിൻ്റെ GI ട്രാക്റ്റിൻ്റെ ഓർഗൻസ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഓർഗൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഓർഗൻസ് എന്നും അക്സസറി ഓർഗൻസ് എന്നും. ഇതിൻ്റെ ഓർഗൻസിനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഓർഗൻസ് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം എന്താണ്? പ്രൈമറി ഓർഗൻസ് ആണ്. അതായത് മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആനസ്, റെക്റ്റം, ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ പ്രൈമറി ഓർഗൻസ് ആണ്. ഇതിനെന്തുണ്ട്? അക്സസറി ഓർഗൻസും ഉണ്ട്. എന്തുണ്ട്? അക്സസറി ഓർഗൻസ് ഉണ്ട്. ഇപ്പം ലിവർ അക്സസറി ഓർഗൻ ആണ്. ലിവറിന് തൊട്ട് താഴെ എന്ത് കാണപ്പെടുന്നു? ഗോൾ ബ്ലാഡർ കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഗോൾ ബ്ലാഡർ കാണപ്പെടുന്നു. ദെൻ പാൻക്രിയാസ്. ഇവിടെയാണ് പാൻക്രിയാസ്. ഈ യെല്ലോ സ്ട്രക്ചറിൽ കാണുന്ന എന്താണ്? പാൻക്രിയാസ്. ഇതെന്താണ്? ഇതും അക്സസറി ഓർഗൻസ് ആണ്. അതായത് ഡൈജഷന് സഹായിക്കുന്ന എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് ഡൈജഷനെ സഹായിക്കുന്ന അക്സസറി ഓർഗൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ് ഒക്കെ എന്താണ്? അക്സസറി ഓർഗൻസ് ആണ്. അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓർഗൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? പ്രൈമറി ഓർഗൻസ് എന്നും അക്സസറി ഓർഗൻസ് എന്നും. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓർഗൻസിനെ പ്രൈമറി ഓർഗൻസ് എന്നും തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഓർഗൻസിൽ വരുന്ന മൗത്ത്, സ്റ്റൊമക്ക്, ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം ആൻഡ് ആനസ്. ഓക്കെ, ദെൻ അക്സസറി ഓർഗൻസ് വരുന്ന ഏതൊക്കെയാണ്? ലിവർ വരുന്നു, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ എക്സെട്ര. ഓക്കെ, അപ്പം ഇത്രയുമാണ്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓർഗൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രൈമറി ഓർഗൻസ് എന്നും അക്സസറി ഓർഗൻസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. ഓക്കെ, ഇനിയും ഇതിൻ്റെ ഓർഗൻസിൻ്റെ പാർട്സ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ എന്തായിട്ട് തരംതിരിച്ചു? 3 ഭാഗങ്ങളാക്കി മാറ്റി അല്ലേ? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡ്യോഡിനം, മിഡിൽ പാർട്ട് ജെജിനം ആൻഡ് ഇല്ലിയം. നെക്സ്റ്റ് എന്താണ്? ഇല്ലിയം. ഫസ്റ്റ് 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഡ്യോഡിനമാണ്, പിന്നെ ജെജിനം, ദെൻ ഇല്ലിയം. ഈ ഇല്ലിയവും, അതായത് ഇല്ലിയത്തിൻ്റെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടും ഈ പറഞ്ഞ കോളൻ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഈ ഫസ്റ്റ് പാർട്ടിനെ പറയുന്നത് സീക്കം എന്നാണ്. എന്താണെന്ന് പറയും? സീക്കം എന്ന് പറയും. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട്, ആ തുടങ്ങുന്ന പാർട്ടിന് എന്തെന്ന് പറയും? സീക്കം എന്ന് പറയും. എന്താണ്? സീക്കം എന്ന് പറയും. ഈ സീക്കമും എവിടെയാണ്? ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സീക്കമും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടില്ലേ? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനും എന്താ പറഞ്ഞത്? ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷനും സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇല്ലിയമാണ്. ഇല്ലിയം. ഓക്കെ, ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സീക്കമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്റ്റ് ആവുന്ന ഈ ഒരു പോർഷന് പറയുന്നതാണ് ഇല്ലിയോ സീക്കൽ ജംഗ്ഷൻ. എന്താണ്? ഇല്ലിയോ സീക്കൽ ജംഗ്ഷൻ. എന്തൊക്കെയാണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടായ ഇല്ലിയവും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായ സീക്കവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷന് പറയുന്ന ആ ജംഗ്ഷന് പറയുന്ന പേരെന്താണ്? ഇല്ലിയോ സീക്കൽ ജംഗ്ഷൻ. ക്ലിയർ? ദെൻ ആ ഇല്ലിയോസിക്കൽ ജംഗ്ഷന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നു? ആ ഇല്ലിയോസിക്കൽ ജംഗ്ഷന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറാണ് എന്താ? അപ്പൻഡിക്സ്. എന്താണത്? അപ്പൻഡിക്സ്. ഇനിയും ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിന് നമ്മൾ കോളൻ, മറ്റൊരു പേരുണ്ട് കോളൻ. എന്താണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ മറ്റൊരു പേരാണ് എന്താണ്? കോളൻ. അപ്പം ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ഈ കോളനെ നമ്മളിപ്പം താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന പോർഷൻ കണ്ടോ? ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ കോളം. ദെൻ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് കോളൻ, ഈ ഒരു പോർഷൻ ഡിക്രീസിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്കിനിയും ഈ സലൈവറി ഗ്ലാൻഡ്സ് നമ്മുടെ എന്താണ് നമ്മൾ പറയുന്നത്? നമ്മളുടെ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? എന്താണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ്? ഇതിന് 5 to 6 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 5 to 6
ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 6 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനു മുമ്പായിട്ട് ഡൈജഷൻ എത്ര തരമുണ്ട്? ഡൈജഷൻ എന്ന ടൈപ്സ് ഓഫ് ഡൈജഷൻ ഉണ്ട് അല്ലേ. ഡൈജഷൻ 2 തരമുണ്ട്. മെക്കാനിക്കൽ ഡൈജഷനുമുണ്ട്, കെമിക്കൽ ഡൈജഷനുമുണ്ട്. 2 തരം ഡൈജഷനാണ് നടക്കുന്നത്. വൺ ഈസ് മെക്കാനിക്കൽ ഡൈജഷനും അതർ വൺ ഈസ് കെമിക്കൽ ഡൈജഷനും. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഇൻജസ്റ്റ് ചെയ്ത് അത് മാസ്റ്റിക്കേറ്റ് ചെയ്ത് അത് ടീത്താണ് അതിന് സഹായിക്കുന്നത് അല്ലേ. എന്താണ് ചൂ ചെയ്യുക. നമ്മൾ ഫുഡ് മൗത്തിലോട്ട് ഇൻജക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, മൗത്തിൽ എന്ത് നടക്കുന്നു അതിനെ ഗ്രൈൻഡ് ചെയ്യും അല്ലേ, ചൂ ചെയ്യും, ചവച്ചരച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ചവച്ചരച്ച് കഴിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അത് ഫുഡ് നമ്മൾ ചവച്ചരച്ച് അത് ബോളസായി ഈസോഫാഗസ് വഴി എവിടെ എത്തും, നമ്മുടെ സ്റ്റൊമക്കിലെത്തും. അത്രയും ഒരു പോർഷനാണ് അത്രയുമാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി എന്ത് നടക്കും, നമുക്ക് ഡൈജഷൻ നടക്കും അല്ലേ. നമ്മൾ കഴിച്ച ഫുഡ് മോളിക്യൂൾസിനെ എന്താക്കി മാറ്റും, സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റും ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അതിന് കെമിക്കൽ ഡൈജഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? കെമിക്കൽ ഡൈജഷൻ എന്ന് പറയും. അപ്പം 2 തരം ഡൈജഷൻ ആണുള്ളത്. വൺ ഈസ് മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് അനദർ വൺ ഈസ് കെമിക്കൽ ഡൈജഷൻ. ആൻഡ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ GI ട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ വരുന്നത് ഇൻജഷൻ ഓഫ് ഫുഡ്. ഫസ്റ്റ് വൺ ഈസ് ഇൻജഷൻ ഓഫ് ഫുഡ്. അതായത് നമ്മൾ ഫുഡ് മൗത്തിലേക്ക് ഇൻജസ്റ്റ് ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കത്തില്ലേ, അപ്പം മൗത്തിലേക്ക് നമ്മൾ ഫുഡിനെ ഇൻജസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ദെൻ മൗത്തിൽ എന്ത് നടക്കും? മിക്സിങ് നടക്കും അല്ലേ. എന്ത് നടക്കും? നമ്മൾ അതിനെ എന്ത് ചെയ്യും? നമ്മുടെ മൗത്തിൽ സലൈവറി ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സലൈവറി ഗ്ലാൻസ് സലൈവറി അമിലേസ്, സലൈവ ഒക്കെ സെക്രീറ്റ് ചെയ്യും. ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യും അല്ലേ. ഫുഡിനെ എന്ത് ചെയ്യും? ലൂബ്രിക്കേറ്റ് ചെയ്യും. നമ്മുടെ ടീത്ത് എന്ത് ചെയ്യും? ഈ ഫുഡിനെ ചവച്ചരച്ച് കഴിക്കും, അതായത് ചൂ ചെയ്യും അല്ലേ. ആ ചൂ ചെയ്ത ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് എന്താക്കി മാറ്റും? ബോളസാക്കി മാറ്റും. മിക്സ് ചെയ്ത് ബോളസാക്കി മാറ്റും. ബോളസാക്കി മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫുഡ് സ്വാളോ ചെയ്യുന്നത് അല്ലേ. ഈ ഫുഡ് സ്വാളോ ചെയ്യുന്നത് അതിന് സഹായിക്കുന്ന ടങ്ങാണ്. ടങ്ങിലെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ സഹായിക്കും? ഫുഡിനെ സ്വാളോ ചെയ്യാൻ സഹായിക്കും. ബോളസ് ആക്കിയിട്ടാണ് ഫുഡിനെ സ്വാളോ ചെയ്യുന്നത്. ആ സ്വാളോയിങ് പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഈസോഫാഗസ് ടു സ്റ്റൊമക്ക് ആണ് അല്ലേ. ഈസോഫാഗസ്, അതായത് ഫുഡ് പൈപ്പിൽ എന്ത് നടക്കും? ഫുഡ് പൈപ്പിൽ ഇങ്ങനെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. എങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ആണ്? പെരിസ്റ്റാൾസിസ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അതാണ് പറഞ്ഞത് മിക്സിങ് ആൻഡ് പ്രൊപ്പൾഷൻ ഓഫ് ഫുഡ്. എന്താണ്? മൗത്തിൽ ആ ഫുഡിനെ മിക്സ് ചെയ്ത് പ്രൊപ്പൾഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്കിലേക്ക് അതിനെ എന്ത് ചെയ്യും? പ്രൊപ്പൾഷൻ ചെയ്യും. ദെൻ ഡൈജഷൻ. സ്റ്റൊമക്കിൽ എന്ത് ചെയ്യും? അവിടെ ഡൈജഷൻ അല്ലേ. അതിൻ്റെ 3ാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈജഷൻ ആണ്. ദെൻ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കണം? അബ്സോർപ്ഷൻ നടക്കണം. എന്ത് നടക്കണം? നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന്, ഡൈജസ്റ്റഡ് ആയ ആഹാരത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ ഒക്കെ അബ്സോർബ് ചെയ്ത് ബ്ലഡ് വെസൽസിലേക്ക്, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് എടുക്കണം അല്ലേ. അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് പ്രോഡക്റ്റ് ഇൻ ടു ബ്ലഡ് ആൻഡ് ലിംഫ്. ഇത് ലിംഫ് എന്തിനെ കളക്ട് ചെയ്യും? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ ലിംഫ് കളക്ട് ചെയ്യും. സ്മോൾ മോളിക്യൂൾസിനെ, ന്യൂട്രിയൻസിനെ, പ്രോട്ടീൻസിനെയൊക്കെ ബ്ലഡ് വെസൽസ് ഡയറക്റ്റ് അബ്സോർബ് ചെയ്ത് എടുക്കും. ദെൻ ഡീഫിക്കേഷൻ ഓർ എലിമിനേഷൻ ഓഫ് ഫീസസ്. ദെൻ എന്താണ്? നമ്മുടെ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് കാണും അല്ലേ. അതായത് അൺഡൈജസ്റ്റഡ് ഫുഡിനെ, അൺഡൈജസ്റ്റഡ് ഫുഡ്, നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഡീഫിക്കേഷൻ ചെയ്യും അല്ലേ. അതിനെ എന്ത് ചെയ്യും? ഡീഫിക്കേഷൻ ചെയ്യും. അതായത് ഇതിനെ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെ അൺഡൈജസ്റ്റഡ് ഫുഡിനെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ ഡീഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയും? ഡീഫിക്കേഷൻ എന്ന് പറയും. ഡീഫിക്കേഷൻ ഓർ എലിമിനേഷൻ ഓഫ് ഫീസസ്. എന്തെന്ന് പറയും? എലിമിനേഷൻ ഓഫ് ഫീസസ് എന്ന് പറയും. ഓക്കെ. അപ്പം എത്ര തരം ഫങ്ഷനാണ്, ആക്ടിവിറ്റീസ് അല്ലെ ഫങ്ഷനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഇൻജഷൻ ഓഫ് ഫുഡ്. എന്താണ്? ഫുഡിനെ ഇൻജസ്റ്റ് ചെയ്യുക. ദെൻ മിക്സിങ് ആൻഡ് പ്രൊപ്പൾഷൻ ഓഫ് ഫുഡ്. മിക്സ് ചെയ്ത് പ്രൊപ്പൾഷൻ ഓഫ് ഫുഡ്. ദെൻ ഡൈജഷൻ. നെക്സ്റ്റ് ഈസ് ഡൈജഷൻ. ഡൈജഷൻ കഴിഞ്ഞാൽ പിന്നെ അബ്സോർപ്ഷൻ ആണ് അല്ലേ. അബ്സോർപ്ഷൻ, ദെൻ ഡീഫിക്കേഷൻ ഓർ എലിമിനേഷൻ. ഇത്രയുമാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ. അപ്പം
ഫുഡ് നമ്മൾ മൗത്തിലേക്ക് ഇൻജസ്റ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻജെക്ഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ഇൻജെക്ഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇനി മൗത്തിൽ എന്ത് നടക്കും, അത് ബോളസ് ആക്കി മാറ്റി എങ്ങോട്ട് സ്വാളോ ചെയ്യും. ഈസോഫാഗസ് വഴി സ്വാളോ മിക്സിങ് ആൻഡ് പ്രൊപ്പൾഷൻ നടക്കും അല്ലേ. അത് എവിടെ എത്തും, സ്റ്റൊമക്കിലെത്തും. എവിടെ എത്തും, സ്റ്റൊമക്കിൽ എന്ത് നടക്കും, ഡൈജഷൻ നടക്കും. എന്ത് നടക്കും, ഡൈജഷൻ നടക്കും. ദെൻ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി അവിടെ എന്ത് നടക്കണം, അബ്സോർപ്ഷൻ നടക്കണം. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ അൺവാണ്ടഡ് വേസ്റ്റ് പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം, ഡീഫിക്കേഷൻ ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം ഫ്രം ദ ബോഡി അല്ലേ. എലിമിനേഷൻ ചെയ്യണം അല്ലേ, എലിമിനേറ്റ് ചെയ്ത് പുറത്ത് വേസ്റ്റ് പ്രോഡക്റ്റിനെ എലിമിനേറ്റ് ചെയ്ത് പുറത്ത് കളയണം. ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഓരോ ഓർഗൻസിനെ പറ്റിയും അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, മൗത്തിൽ എന്തൊക്കെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മൗത്തിൽ ചൂയിങ് ഉണ്ട് അല്ലേ, ടങ്, ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ പറ്റി വിശദമായിട്ട് ഇപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അത് ഓരോന്നും നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെയാണ് ഡൈജഷൻ നടക്കുന്നത്, സ്റ്റൊമക്കിൽ എന്താണ് ഡൈജഷൻ നടക്കുന്നത്, ഓരോന്നും സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓരോ വീഡിയോസും ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യും. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.